ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ വി സി കൂളറാണ്. 320 ലിറ്റർ വി സി കൂളറാണ്. ഇതിൻ്റെ കംപ്രസർ കംപ്ലൈൻ്റ് ആണ്. ഹൈ ആംപിയർ എടുത്ത് ഓഫ് ആവുകയാണ്. അപ്പോൾ നമ്മൾ കംപ്രസർ റീപ്ലേസ് ചെയ്യണ ഇതാണ് കാണിക്കുന്നത്. അതായിട്ട് എൻ്റെ ഗ്യാസ് റിമൂവ് ചെയ്യുക. അതിൽ ഗ്യാസ് ഉണ്ടാവും, റിമൂവ് ചെയ്യുക. ഇതിലിപ്പോൾ കൂളിംഗ് കോയിൽ അതേമാതിരി കണ്ടൻസറൊക്കെ ക്ലീൻ ചെയ്യണം. പുതിയ കംപ്രസറാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്, അതുകൊണ്ട് 2 കോയിൽ നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡ്രയർ മാറ്റണം, പുതിയ ഡ്രയർ ഇടണം. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ കംപ്രസർ വരുന്നത്. ഫ്രണ്ട് പാനൽ സ്ക്രൂ റിമൂവ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ കംപ്രസർ മാറ്റാനുള്ളത്. നമ്മൾ പുതിയ കംപ്രസർ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതേ ടൈപ്പ് കംപ്രസറല്ല ഇനി ഇത് ഫിക്സ് ചെയ്യുന്നത്. വേർപൂളിൻ്റെ വരുന്ന ഇതേ ലിറ്ററിൽ വരുന്ന കംപ്രസറാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. കുഴപ്പമൊന്നുമില്ല. ഇത് അത്യാവശ്യം എക്സ്പെൻസ് വരുന്ന കംപ്രസറാണ്. അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് ഈ കംപ്രസറിന്. മറ്റേത് കുറച്ച് റേറ്റ് കുറവാണ്. അപ്പോൾ കസ്റ്റമർ അത് ഇടാനാണ് പറഞ്ഞത്. അപ്പോൾ ഇനി അത് പുതിയ കംപ്രസറാണ് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലൈന് കാര്യങ്ങളൊക്കെ നമ്മൾ വെൽഡിങ് ചെയ്ത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇതാണ് പുതിയ കംപ്രസർ വേർപൂളിൻ്റെ. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത കംപ്രസറാണ്. ഡിസ്ചാർജ് ലൈൻ നമ്മൾ വെൽഡിങ് ചെയ്തിട്ടുണ്ട്. സെക്ഷൻ ലൈൻ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സെക്ഷൻ ലൈന് ഇതിൻ്റെ ഈ സൈഡിലായിട്ടാണ് വരേണ്ടത്, റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. മറ്റേ കംപ്രസർ മേലെ ലെഫ്റ്റ് സൈഡിലായിരുന്നു. അപ്പോൾ അതിൻ്റെ കറക്റ്റ് തന്നെ കൊടുക്കുക. അതിൽ കംപ്രസർ മേലെ മാർക്കിംഗ് ഉണ്ടാവും. അതുപോലെ തന്നെ പുതിയ ഡ്രയർ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടൻസർ കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ക്ലീൻ ആക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഗ്യാസ് ചാർജിങ്ങിൻ്റെ വീഡിയോസിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ക്ലീൻ ആക്കൽ എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ അത് കണ്ടാൽ മതി. ഇത് നമ്മൾ വാക്കമാണ് ചെയ്യുന്നത്. എല്ലാ സെറ്റിങ് കഴിഞ്ഞ് വാക്കമാണ് ചെയ്യുന്നത്. വാക്കം കഴിഞ്ഞ് ഇതിൽ അടിക്കാനുള്ള ഗ്യാസാണ് 134 ഗ്യാസാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമ്മളത് ഗ്യാസ് ചാർജിങ് ചെയ്യുകയാണ്. കംപ്രസറൊക്കെ ഓണാക്കി, കൂളർ ഓണാക്കി, കംപ്രസർ ഗ്യാസ് ഇങ്ങനെ ടോപ്പപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്യാസിൻ്റെ പ്രഷർ അനുസരിച്ച് ഗ്യാസ് വീണ്ടും ടോപ്പപ്പ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനനുസരിച്ച് ടോപ്പപ്പ് ചെയ്യുക. ഏകദേശം ഒരു 10 PSI വരെ ഗ്യാസ് ടോപ്പപ്പ് ചെയ്യുക. പിന്നെ ആംപിയർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. ഇതിന് ഏകദേശം ഒരു 1.4 ആംപിയറിലാണ് ഇത് കറക്റ്റ് വർക്കിംഗ് ഫുൾ ലോഡിൽ. പിന്നെ വർക്കിങ്ങോ കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. അത്യാവശ്യം കൂളിംഗൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഫുള്ള് ഗ്യാസ് ചാർജിങ് ചെയ്യുന്ന വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ലിങ്ക് അതിൽ കൊടുക്കുക. അതിലുണ്ട് ഇങ്ങനെ ഫുൾ ഗ്യാസ് ചാർജിങ് ചെയ്യുന്നത് എങ്ങനെ, പ്രോസസ്സ് എങ്ങനെയെന്നൊക്കെ അതിലുണ്ട്. പിന്നെ വർക്കിങ്ങും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.